اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي. ചരിത്രമെന്നത് പാഠപുസ്തകങ്ങളിലെ മുരടിച്ച വിവരണങ്ങൾ മാത്രമല്ല. അത് ഒരു ദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ഒറ്റയൊറ്റ മനുഷ്യരുടെ കൂട്ടായ്മയുടെ, അതിജീവനത്തിന്റെ, പോരാട്ടത്തിന്റെ, നന്മയുടെ ജീവൻ തുടിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. അതെ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. മൂന്നാം കുന്ന്. പോരാട്ടവീര്യത്തിനും ഹൃദയനന്മയ്ക്കും പേരുകേട്ട കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാംകുന്ന് എന്ന ഗ്രാമം. പ്രകൃതി നാലുപാടും മലകൾ കൊണ്ട് നിർമ്മിച്ച കോട്ടയാൽ ചുറ്റപ്പെട്ട് സംരക്ഷിക്കപ്പെടുന്ന ദേശം. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ചേരിതിരിഞ്ഞ് മനുഷ്യർ പോരടിക്കുന്ന വർത്തമാനകാലത്ത് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് കണ്ടറിഞ്ഞ് എല്ലാ രാഷ്ട്രീയ ആദർശങ്ങളും മനുഷ്യനന്മക്കായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത മനുഷ്യർ ഒത്തൊരുമയോടെ ജീവിക്കുന്ന നമ്മുടെ നാട് മൂന്നാം കുന്ന്. വരും ദശകങ്ങളിലെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന പാലക്കയം തട്ട്, അതിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാരികളുടെ പർദീസയായി തീർന്ന പൈതൽ മലയുടെ തലോടലേറ്റ് കിടക്കുന്ന സുന്ദര ഗ്രാമം മൂന്നാം കുന്ന്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ രയരോം മക്കാം ഈ ദേശത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്നു. മൂന്നാം കുന്നിന്റെ പഴയകാല ചരിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ സുതാര്യവും സജ്ജവുമാണ്. ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് തീർത്തും ചെറിയ ഒരു പള്ളിയായിരുന്നു. മൂന്നാം കുന്ന്, രയരോം, തൂവേങ്ങാട് ഇവയെല്ലാം രയരോം മഹലിന്റെ കീഴിലായിരുന്നത്രേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീൻ. അമ്മാ ബഅദ്. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധമായ ദീനിൻ്റെ എല്ലാ മേഖലകളിലും ഒത്തിണങ്ങിയ ഒരു മഹല്ലായിരുന്നു നമ്മുടെ മൂന്നാം കുന്ന്. എൻ്റെ ചെറുപ്രായത്തിൽ മൂന്നാം കുന്ന്, തൂവേങ്ങാട് ഈ രണ്ട് മഹല്ലുകളും റയറോം ജമാഅത്തിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മൂന്നാം കുന്ന് പിരിയുകയും മൂന്നാം കുന്നും തൂവേങ്ങാടുമായി ഒരു മഹല്ലായി പോവുകയും അതിനുശേഷം മൂന്നാം കുന്ന് തൂവേങ്ങാട് വേറൊരു മഹല്ലായി പിരിഞ്ഞു പോവുകയും ചെയ്തു. അതേപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്ന മൂന്നാം കുന്ന് നുസ്രത്തുൽ ഇസ്ലാം മദ്രസ എൻ്റെ പ്രായത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ് വരെ മാത്രമേ പഠനം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 5ൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ റയറോം മദ്രസയിൽ പോയിട്ടായിരുന്നു 6ാം ക്ലാസ് വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത്. എല്ലാ നിലയിലും പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ജമാഅത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 10ാം ക്ലാസ് വരെയുള്ള മദ്രസായി അത് ഉയർന്നിരിക്കുകയാണ്.
ഇനിയും തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലത്തിൽ പലവിധ പുരോഗമനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. മുൻഗാമികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മഹല്ലത്തിന് വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവനും ദീനിന് വേണ്ടി സേവനം ചെയ്ത പല ആളുകളും ഇന്ന് മൺമറിഞ്ഞു പോയിരിക്കുകയാണ്. അതിൽ പ്രധാനമായും നമ്മുടെ മഹല്ലത്തിന് വേണ്ടി സേവനം ചെയ്ത മർഹൂം KV മമ്മു സാഹിബ്, അതേപോലെ PB അബ്ദുറഹ്മാൻ മുൻഷി, അങ്ങനെയുള്ള പ്രഗത്ഭരായ പല ആളുകളും നമ്മുടെ മഹല്ലത്തിന് വേണ്ടി വളരെ ത്യാഗം ചെയ്തവരാണ്. അല്ലാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുന്നു. അല്ല, നമ്മൾ ജനിച്ച് വളർന്നതിൽ ഇവിടെ തന്നെയാണ്. മൂന്നാമത് തന്നെ നമ്മൾ ജനിച്ച് 1945 നമ്മൾ ജനിച്ച്. അപ്പോൾ ജനിച്ചു. ഇപ്പം മാർസം പള്ളിയിൽ അന്നേരം മാർസം പള്ളിയിലും ചെറിയ മാർസ് കൂടുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് പോയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോയി. മാർസുണ്ട്, ചെറിയ ഒരു ഓടിട്ടിട്ട് ചെറിയ തൂണിൻ്റെ മുകളിൽ നിർത്തിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. തൂണിൻ്റെ മുകളിൽ ആക്കിയിട്ട് അതിന് തൂണിൻ്റെ മുരിക്കിൻ്റെ തൂണ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പഠിക്കലാണ്. അന്ന് പിന്നെ വണ്ടിയോ കാര്യമോ വേറെ ഒന്നുമില്ല. അന്ന് ഒരു ഷർട്ടോ മുണ്ടോ ഇടാൻ അതില്ല. ആ ഷർട്ട് മുണ്ടുകളൊക്കെ ഒന്ന് വാങ്ങിയാൽ ഒരു തെരിയ മുണ്ടുണ്ട്, ആ മുണ്ടും ഒരു ചെറിയ ചെറിയ ഷർട്ടും വാങ്ങിക്കൊണ്ടെന്നാൽ അത് വിട്ടിട്ടേ പോക്ക്. അത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ പോയി 8 മണിക്ക് പോയി ഉസ്താദ് വന്ന് ഓതി ആടുന്ന് 12 മണിയാകുമ്പോൾ അതിന് വിട്ട് ആടുന്ന് വന്ന് രണ്ടാമത് 1 മണിയാകുമ്പോൾ അങ്ങോട്ട് പോയി. അങ്ങനെ 3 മണി വരെ പോതു. അപ്പം അന്നെന്ന് വെച്ചാൽ ഭയങ്കര പട്ടിണി, വളരെ വിഷമം കൊണ്ട് ജീവിക്കുന്ന കാലമാണ്. എല്ലാവരും ഒരാൾക്കില്ല. പള്ളിയിലെ ഉസ്താദന്മാർക്ക് ചെലവിന് കൊടുക്കാൻ വരെ ഇല്ലാത്ത സന്ദർഭമാണ്. അപ്പോൾ നമുക്കൊന്ന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട്. ആദ്യത്തെ പള്ളി ഒരു ചെറിയ ഇങ്ങനെ ഒറ്റ റൂമാക്കിയിട്ട് പിന്നെ തൂണ്ടമുള്ള നിർത്തിന്, മുരിക്കിൻ്റെ തൂണ്ടമുള്ള നിർത്തി. അതിൻ്റെ മുകളിൽ ചെറിയ അന്ന് ഓടന്നെന്നാണ് തോന്നുന്നു, എനിക്ക് സംശയം. ഓടിൻ്റെ മുകളിൽ ഓടന്നെ ഒരു പള്ളിയാണ്, കട്ടയാണ്, കട്ടപ്പള്ളിയാണ്. അതിൽ നിസ്കരിക്കുക. അത് അത്ര ആളുണ്ടാവും, കുറച്ച് ആളേ ഉണ്ടാവില്ല, മറ്റ് അധികം കൂടുതൽ ആളൊന്നും ഉണ്ടാവില്ല. അലനടുകോട്, മൂന്നാംകുന്ന്, തോയങ്കാട്, അതായത് ഒറ്റമല്ല. നമ്മളിൽ ചെറിയ ഒരു 10 വയസ്സ് ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ ദേവത്തേക്ക് ജുമായ്ക്ക് നടന്നു പോകുന്ന കാലം. കാരണം ഇവിടെ ചെറിയ പള്ളി മാത്രമായിട്ടുണ്ടോ ജുമായ്ക്ക് ദേവത്ത് പോകുന്ന കാലമാണ്. ചെറിയ ഓർമ്മ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ മനസ്സിൽ നമ്മൾ 2ാം ക്ലാസ് പഠിക്കുന്ന കാലത്തായിരിക്കും. അതങ്ങനെ മൂന്നാംകുന്നിലേക്കും മാറി അവിടുന്ന് തോയങ്കാടും മല്ലായി മാറി നമ്മളിവിടെ ജുമായ നിർത്തി. ആ കാലഘട്ടത്തിൽ ഇത്രയൊന്നും വീടുകളൊന്നും ഇവിടെ ഉണ്ടായി തോന്നുന്നില്ല. വളരെ കുറച്ച് വീടുകൾ, ഒരു 10ഓ 50ഓ വീട്, അങ്ങനെ ആ റേഞ്ചിലായിരിക്കും ഇവിടെ വീടെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ കൂടി വീടൊക്കെ കൂടി ഒരുപാട് ആളുകൾ കൂടി. പഴയ സെക്രട്ടറിമാരെല്ലാം തോന്നുന്നു. ഇപ്പം നമുക്ക് കാതെടുക്കാം, നമ്മളെല്ലാം പ്രായത്തിൽ ഉണ്ടായ കാതെടുക്കാം, ജുനീദിൻ്റെ ഉപ്പാപ്പ ഔദാരിക്ക, ജുനീദ് ഉമ്മാരും അപ്പ, അവരാണ് ഈ പള്ളിക്ക് കുറച്ച് സ്ഥലം അവർ കൊടുത്താന്ന് തോന്നുന്നു. പള്ളിക്ക് സ്ഥലം 2 കാതർക്കാർ അവർ ആ സൈഡിൽ അങ്ങനെ 2-3 ആൾ കൊടുത്താന്ന് തോന്നി ഈ പള്ളിച്ച സ്ഥലങ്ങൾ. ഇവരാണ് അതിൻ്റെ മെയിൻ പങ്കുവഹിച്ചത്, ഈ പള്ളിക്ക് സ്ഥലം കൊടുക്കാനും ഇവിടെ പള്ളി ഉണ്ടാക്കാനും ഒക്കെ. 80കൾക്ക് ശേഷം അപ്പോൾ ഉണ്ടായിരുന്ന പള്ളി പൊളിക്കുകയും പിന്നീട് ഒരു പള്ളി വീണ്ടും പുനർനിർമ്മിക്കുകയും ഇവിടെ ജുമുഅ കർമ്മം ആരംഭിക്കുകയും അതിന്റെ കീഴിൽ പുതിയ മദ്രസ നിലവിൽ വരികയും ചെയ്തു. അതായത് രണ്ടുമായിട്ട് ഒരു 10-15 കൊല്ലത്തിൻ്റെ മാറ്റത്തിലാണ് ആ പള്ളി പൊളിച്ച് പണി ചെയ്തത്. അതായത് രണ്ടിൻ്റെയും സെക്രട്ടറി ആയിട്ട് ഞാൻ തന്നെയാണ് ആരംഭത്തിൽ ഉണ്ടായിരുന്നത്. മറ്റേ പള്ളി നിർമ്മിക്കുമ്പോഴും ഞാൻ തന്നെയാണ് സെക്രട്ടറി കുറച്ചു കാലം. അതുപോലെ ഈ പള്ളി നിർമ്മിക്കുമ്പോഴും അതേപോലെ തന്നെ ഞാൻ തന്നെയാണ് ബിൽഡിങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. പള്ളിയെ സംബന്ധിച്ച് പല കിംവദന്തിയും പലതും നടന്നെങ്കിലും ആദ്യത്തെ പള്ളി നിർമ്മിക്കുമ്പോൾ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പഴയ ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് അത് അന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അന്ന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ത്യാഗം ചെയ്തത് നമ്മുടെ ഇന്നത്തെ ജീവിച്ചിരിപ്പുള്ള
കാതർക്ക, മൊയ്തീൻ കുട്ടിക്ക, പിന്നെ മരിച്ചുപോയ ആലിയാജിക്ക, പിന്നെ അമ്മോസൻ, ഇവരെല്ലായിരുന്നു അതിൻ്റെ മുമ്പന്തിയിലുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇവിടെ പള്ളി ചെറിയൊരു പള്ളിയായി ഓത്തായി. അതിന് ശേഷം ഇവിടെ പിന്നെ ഖബർസ്ഥാനായി, അത് ജുമായായി. ജുമായ ആദ്യം മുകളിലുണ്ടേന്, മുകളിലെ പള്ളിയിൽ തേങ്ങാട് ആടയമ്മ പള്ളിയുണ്ടേന്. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ജുമായത്തേറ്റ് പിന്നെ ആയിരത്തി നിങ്ങളെല്ലാവരും പിരിഞ്ഞിങ്ങോട്ട് വന്ന് ഇവിടെ പള്ളിയും കാര്യമല്ല ഇപ്പം വളരെ ആയത്തായിട്ട് പോകുന്നു. നാളിതുവരെയുള്ള ദീനീപരമായ മുന്നേറ്റത്തിനും ഉന്നമനത്തിനും കാരണം ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുഅല്ലിമീങ്ങളുടെ പ്രവർത്തന ഫലമാണെന്നുള്ള കാര്യവും നമ്മൾ സ്മരിക്കേണ്ടതാണ്. നാട്ടിന് ദീനീപരമായിട്ട് പൊതുവെ നമ്മൾ നോക്കിയാൽ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഡൗൺ ആയിട്ടാണുള്ളത്. എന്നാൽ മലയോര മേഖലയിൽ ഈ ഡൗണാകൽ ബാധിച്ചിട്ടില്ല. കാരണം മലയോര മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ദീനിന്റെ നല്ല ഒരു കാഴ്ചപ്പാടുള്ള സ്ഥലങ്ങളാണ് മലയോര മേഖല. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ ആധുനികമായ കൂടുതൽ സജ്ജീകരണങ്ങളും ഫെസിലിറ്റികളും വരാതിരുന്നതാണ് കാരണം. പക്ഷെ ഇപ്പോ മലയോര മേഖലയും ദീനി തകർച്ചയാണ്. നമ്മൾ ആദ്യത്തില് എന്ന് പറഞ്ഞ ഒരു 2-3 കൊല്ലമൊക്കെ മുമ്പ് നോക്കിയാല് നമ്മളെ യുവ സുഹൃത്തുക്കള് കൂട്ടമായി പള്ളിയിലേക്ക് വരുന്നു, ദിക്ർ സ്വലാത്തിന് പങ്കെടുക്കുന്നു, വളരെ ആവേശത്തില് ദീനിന്റെ കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇപ്പോ ഒരു 2 കൊല്ലത്തിന്റെ ഇപ്പുറം അവർക്ക് ശ്രദ്ധയില്ലേറ്റല്ല, ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിയാത്തത് എന്തുകൊണ്ട്? ഏതോ ഒരു ലോകത്താണ് അവരുള്ളത്. ഇപ്പൊ കൂട്ടമായി ഇരിക്കുകയാണെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്വഭാവം. അതെന്താ ഒറ്റപ്പെട്ടത്? മൊബൈൽ എടുക്കുക, അതിൽ ചാറ്റ് ചെയ്യുക, ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്വഭാവത്തിലൂടെയാണ് ഇപ്പം പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക്, യുവ സുഹൃത്തുക്കൾക്ക് നേരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇത് വലിയ ഒരു അപകടമായിട്ടാണ് നാം കാണേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്തിനാണ് ഈ 3 പറയുന്നത്? ഒരു മനുഷ്യൻ മൊബൈലുമായിട്ട് കളിക്കുമ്പോൾ ഈ 3 അവയവങ്ങൾ പ്രത്യേകിച്ച് ഇതിനെ ഫോക്കസ് ചെയ്യുന്നു. ഒന്ന് അവന്റെ ഹൃദയം, മറ്റൊന്ന് അവന്റെ കണ്ണ്, മറ്റൊന്ന് അവന്റെ ചെവി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഒരു മനുഷ്യനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനങ്ങളാണ് ഈ 3. ഇത് 3 നശിച്ചാൽ അതോടുകൂടി അവന്റെ ദീന് നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ കളി കൂടുതലായതുകൊണ്ട് നമ്മളെ കുട്ടികൾ പള്ളിയിലേക്ക് വരികയോ പള്ളിയുമായി ബന്ധപ്പെടുകയോ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. ഇത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് കാണുന്നു. ഈ ഒരു പ്രശ്നം നമ്മളെ 3-ാം കുന്നിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരമമായ സത്യം. ഇത് തുടങ്ങിയിട്ടാണല്ലോ. ഇനി ഇത് ഒരു ചിന്തിക്കാതെ പോയാൽ വലിയ ഒരു നാശത്തിലേക്ക് പോകും. ഇപ്പം തന്നെ ചിന്തിച്ചാൽ, യുവ സുഹൃത്തുക്കൾ ചിന്തിച്ചാലൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു പരിധിവരെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ യുവാക്കളെല്ലാം ഓക്കെയാണ്, പള്ളിയിൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ ബാക്കോട്ടടിക്കാൻ തുടങ്ങി. അത് തുടങ്ങുന്നേ ഉള്ളൂ, ഇപ്പൊ തുടക്കം മാത്രമേ ഉള്ളൂ. ഓക്കെ. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽപ്പെട്ട ഒരു മലയോര ഗ്രാമമായ മൂന്നാംകുന്ന് എന്ന പ്രദേശത്ത് തല ഉയർത്തി നിൽക്കുന്ന ഒരു മനോഹരമായ സൗധമാണ് നമ്മുടെ സെൻട്രൽ ജുമാ മസ്ജിദ്. സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പരിധി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് തുവേങ്ങാട്, കിഴക്ക് വെണ്ണേരക്കവല, വടക്ക് മുതുവംപുറ മലയിൽപ്പെട്ട 12-ാം ചാലുന്ന ചോല, തെക്ക് പത്തായക്കുണ്ട് ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ മഹല്ലിന്റെ അതിർത്തി. മഹല്ലിൽ 120 വീടുകളിലായി 800ഓളം ആൾക്കാർ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. ഇന്ന് പള്ളി നടന്നു പോകുന്നത് നമ്മളുടെ വാടക സാധനങ്ങളും, ഇപ്പോൾ റബ്ബർ വെട്ടാൻ തുടങ്ങിയിട്ട് ചില്ലറ സീറ്റ് കിട്ടുന്നുണ്ട്, അതിൻ്റെയും
എല്ലാം വരുമാനം കൊണ്ടാണ് ഉസ്താദന്മാർക്കും എല്ലാം ശമ്പളം കൊടുത്ത് പോകുന്നത്. 60കൾക്ക് മുൻപ് ജനവാസം തീരെ കുറഞ്ഞ വനപ്രദേശം ആയിരുന്നത്രേ മൂന്നാം കുന്ന്. അവിടേക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അധ്വാനശീലരും സാഹസപ്രിയരുമായ 20ഓളം കുടുംബങ്ങൾ വരികയും കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുകയും ചെയ്തത്രേ. അങ്ങനെ നമ്മുടെ പൂർവികരുടെ അധ്വാനശീലത്തിന്റെയും പോരാട്ടത്തിന്റെയും അടിത്തറയിലാണ് നമ്മുടെ നാട് ഇന്ന് കാണുന്ന സമ്പദ് സമൃദ്ധിയിലേക്ക് വളർന്നത്. മൂന്നാംകുന്ന് പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 60 വർഷക്കാലം മുമ്പ് വിജനമായ കാട് പ്രദേശം. അതിനുശേഷം നാമമാത്രമായ 10-20 കുടുംബങ്ങൾ താമസിക്കാൻ വരികയും അതിനുശേഷം കാട് വെട്ടിത്തെളിച്ച് കൃഷി പൊനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നെൽവിത്ത് നെല്ല് നെല്ല് കൃഷി ചെയ്യും. അവിടുന്ന് കുറേ കാലങ്ങൾ ഇങ്ങനെ നെല്ല് കൃഷി ചെയ്ത് അത്തായപ്പട്ടിണിക്കാരായ കുറച്ച് ആളുകൾ കൃഷി ചെയ്ത് അവർ 1-1.5 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുകയും അവിടെ വള്ളിക്കൊടി പിടിപ്പിക്കുകയും അവിടെ നിന്ന് നാമമാത്രമായ ഒരു 3-4 കഴിവുള്ള ആൾക്കാർ ജമ്മിയുടെ പേരും പറഞ്ഞ് അവരെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പറിച്ച് താമസിപ്പിക്കുകയും അങ്ങനെ കുറേ വർഷങ്ങളായി കൃഷി മാത്രം വ്യാപ്തരായി കഴിയുന്ന കുറച്ച് പാവങ്ങളായ കർഷകരാണ് ഇവിടെയുള്ളത്. പിന്നെ ഒരു ചെറിയ ഇത്ര പോലെ ഒരു 2 പേരാൾക്കൊരു സോപ്പുണ്ട്. അതുകൊണ്ട് ഒന്ന് നല്ല തുണി പിടിച്ച് 4 ആൾ വേണം. അന്ന് തുണിക്ക് സോപ്പ് ഉണ്ടെങ്കിൽ 4 ആളിന് 4 മൂലക്ക് വേണ്ടി അറിയില്ലല്ലോ. 4 മൂലക്ക് പിടിച്ചിട്ടുണ്ടെല്ലാം ഇങ്ങനെ വരച്ചിട്ടാണ് തിരുമ്പ്. ആഴ്ചക്ക് ഒരിക്കൽ തിരുമ്പൂ. പിന്നെ സോപ്പും കൈ ഉണ്ട്. ആ സോപ്പും കൈ കൊണ്ടിട്ട് പിന്നെ റോഡിൽ കുത്തിയിട്ടിട്ടുണ്ടെല്ലാം അവിടുന്ന് വെള്ളത്തിൽ പോയി നല്ല പശ ഉണ്ടാവും. ഇന്ന് കൊണ്ട് ഇടല്ലോ സാധനം. അതിനെ കൊണ്ട് തേച്ച് വൃത്തിയാക്കും. ഇതാണ് നമ്മൾ അന്നത്തെ അവസ്ഥ. ഇന്ന് കൂട്ടൽ വളരെ സുഖം, വളരെ കാലത്ത് എല്ലാം ഉണ്ട്. അത് ചെരുപ്പുണ്ട്, തുണിയുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് ഞങ്ങൾ ചെരുപ്പ് ആലത്തിൻ്റെ തോല് കൊത്തി ചെരുപ്പാക്കും, പാള കൊത്തിയിട്ട് ചെരുപ്പാക്കും. പാളയെന്നൊരു ചെരുപ്പാക്കിയിട്ട് ഇട്ടിട്ട് അത് ഞങ്ങൾ നടക്കൽ. അന്ന് ടയറിൻ്റെ ചെരുപ്പ് വരും. ഒന്ന് വാങ്ങി അല്പം പോയാൽ അരങ്ങ് പോയ ടയറിൻ്റെ ചെരുപ്പ് വാങ്ങി അത് തുന്നി കൂട്ടിയിട്ട് ഒരു കൊമ്പ് വിടും. അപ്പോൾ ടോർച്ചില്ല, അന്ന് ഫോണില്ല, കറണ്ടില്ല, വെളിച്ചമില്ല. ഇതൊന്നും എല്ലാം ചൂട്ടാണ്. ഓല ചൂട്ട ഇത് വീശിയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുക. അന്നൊരു പാനൂസ് ഉണ്ടാകും. ശരി, ആ പാനൂസ് എടുത്തിട്ട് ഇങ്ങനെ വീട്ടിയിട്ട് അന്ന് മണ്ണെണ്ണ കിട്ടിയാലും മണ്ണെണ്ണ ചോദിച്ചിട്ട് അത് ഞങ്ങൾ പോകും. അങ്ങനെയാണ്. പ്രകൃതിയെ അതിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്താതെയും പ്രകൃതി സമ്പത്തിനെ നശിപ്പിക്കാതെയുമുള്ള കാർഷിക സമ്പ്രദായമാണ് അന്നുണ്ടായിരുന്നത്. കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, നെല്ല്, തെങ്ങ്, കപ്പ ഇവയും ആഹാരത്തിനാവശ്യമായ പച്ചക്കറികളും അന്ന് കൃഷി ചെയ്തിരുന്നു. പഴയ തലമുറ എങ്ങനെയാണ് ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു ജീവിതം നയിച്ചിരുന്നത് എന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അന്ന് ഇതിനെ മറിച്ചിട്ട് പിന്നെ പട്ടിണി ആയാലും അന്ന് തിന്ന സാധനത്തിന് വിഷമില്ല. വളരെ ക്ലിയറായിട്ട് വെച്ചാൽ കൊത്തി ഒരു പുനം കൊത്തി ആട് ഉണ്ടാക്കുക, ചോളം, തോര എന്ന് വേണ്ട പയറ് വർഗ്ഗങ്ങൾ എല്ലാം ഉണ്ടാക്കും. ഒരു കൊല്ലത്തേക്ക് തിന്നാലും സാധനം ഉണ്ടാക്കും. നല്ല നെല്ല്, നല്ല അരി എല്ലാം കൂടിയിട്ട് അന്ന് പിന്നെ ഭക്ഷണത്തിനാണെങ്കിൽ അന്ന് പണിയെടുത്താൽ പൈസയുമില്ല. രാവിലെ 7 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണി വരെ പണിയെടുക്കണം. പണിയെടുത്താൽ അന്ന് ചില്ലറ പൈസ കിട്ടും. അതിനെക്കൊണ്ട് വന്നാൽ അത് ചില്ലറ പൈസ മതി. എന്നിട്ട് 500 ഇന്നത്തെ 500 രൂപ കാരണം 1 ഉറുപ്പ്യ മതി. അപ്പം കിട്ടാനില്ല, പണി കിട്ടാനുമില്ല, ഒന്നുമില്ല. അത് നേരെ വെച്ച് പണിക്ക് പോയാൽ അഥവായാൽ ചെറിയ നല്ല പണിക്കാരനെല്ലാം കളക്കുന്നവനിക്കെല്ലാം കഞ്ഞി ഉണ്ടാവും. അമ്മ ഇന്നങ്ങ് വള്ളിക്കോ ചെറിയ എടുക്കുന്ന അമ്മനിക്കുണ്ടോ മുത്താരി പൊടി ഉണ്ടാവും. മുത്താരി പൊടിച്ചിട്ട് തരും. അത് തിന്നാൻ വേണ്ടി ഇരിക്കുമ്പോൾ കാറ്റ് വാങ്ങാൻ മുത്താരി പൊടി അങ്ങ് പാടിപ്പോവും. അതിന് വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ അങ്ങ് വരും. ഇവിടെ റബ്ബർ ഉണ്ട്, 1-2 ആൾക്കുണ്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലൊന്നും റബ്ബർ ഇല്ല. നമ്മളെ കുത്തിയൊരു ആലോചിക്കാക്ക് അതുപോലെ നെടോട് 1-2 ആൾക്ക് ഇങ്ങനെ കുറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ റബ്ബറുള്ളൂ. ഇവിടുത്തെ മെയിൻ കൃഷി എന്താണെന്ന് വെച്ചാൽ കുരുമുളക് കൃഷി, പൊനം കൊത്തൽ, നെൽകൃഷി.
ഇന്നീ കാണുന്ന യാത്രാ സൗകര്യങ്ങൾ ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. രയരോം പാലം ഉണ്ടാകുന്നതിന് മുമ്പ് കടത്തുവള്ളം മാർഗമായിരുന്നു ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. യാത്രാ സൗകര്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 50 വർഷക്കാലം മുമ്പേ ഒരു ജീപ്പ് കക്ഷി അത്യാവശ്യം വാഹനങ്ങൾ കുഴിയും കുണ്ടും നിറഞ്ഞ് ആ റോഡിൽ കൂടി റോഡിൻ്റെ ഒരു മാതൃകയുള്ളൂ. അതിൽ കൂടി മൂന്നാംകുന്ന് വരെ വരികയും ഇപ്പം നിലവിൽ തുവങ്ങാട് വരെ ആ റോഡ് നിലവിലുണ്ടായിരുന്നു. അവിടെയാണ് കൃഷി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കപ്പ പോലെയുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ അവിടെ സംഭരിച്ച് അവിടെ നിന്നാണ് വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം ഹൈസ്കൂള് ആലക്കോടാണ്. 7 കിലോമീറ്റർ 8 മീറ്റർ പുഴയും താണ്ടി വള്ളവും കടന്ന് വേണം ആലക്കോട് എത്താൻ. അപ്പോൾ അതിനൊരു മാറ്റം വന്നിപ്പോൾ വേറം ഗവൺമെൻറ് ഹൈസ്കൂളായി ഉയരുകയും ആലക്കോടിൻ്റെ ദുർഗതി മാറുകയും അതുപോലെ നേരം വള്ളം കടന്ന് ആലക്കോടേക്ക് പോകുന്ന ദൃഷ്ടി മാറ്റിക്കൊണ്ട് ഒരു മനോഹരമായൊരു പാലം നമുക്ക് കിട്ടുകയും അങ്ങനെയുള്ള ഒരുപാട് പുരോഗതി നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിപ്പം വന്നിട്ടുണ്ട്. വണ്ടി താഴേലേക്ക് കൂടി ഇപ്പം നമ്മളെ ഇപ്പോൾ ഉള്ള പാലുണ്ടല്ലോ അതിൻ്റെ താഴേലേക്ക് കൂടി തന്നെ അവിടെ തന്നെ തോടിങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ നമ്മളെ മൊയ്തുക്കാര ഇപ്പോൾ ഇവർ മദ്രസ ആക്കിയ കെട്ടുണ്ടല്ലോ അതിൻ്റെ ഇടത്തെ സൈഡ് കൂടി നമ്മളെ ചാപ്പത്താട്ടിലേക്ക് തന്നെ ഒരു റോഡാണ്. അത് ചാപ്പത്താട്ടിൽ നിന്ന് ചോല വരെ അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ തടിയുണ്ടല്ലോ ഫോറസ്റ്റിൽ നിന്ന് തടിയെല്ലാം മുറിച്ച് പിന്നെ കൊണ്ടുപോകാനുള്ള ഒരു റോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ നെടുവോടേക്കുള്ള ഈ റോഡ് പിന്നെ ഉണ്ടാക്കിയത്. അന്ന് ഇതിലെ കൂടി നടന്നു പോകുന്ന വഴി മാത്രമേ ഉള്ളൂ നെടുവോട്ടേക്ക്. അന്ന് റോഡില്ല. അങ്ങനെയാണ് പിന്നെ തുയാങ്കാട് അങ്ങ് പിന്നെ കുറച്ച് അങ്ങ് കോളനി വരെ റോഡുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ തളിപ്പറമ്പ് വരെ പോലും കാൽനടയായി പോയിരുന്നത് ഇന്നും ചിലരുടെ മനസ്സിൽ മായാത്ത ഗതകാല സ്മരണകളായി നിലനിൽക്കുന്നു. അപ്പോൾ ആയിരത്തി ബോഡിക്കൽ വണ്ടി വേണ്ട വാഹനം ഒന്നുമില്ല. ഞങ്ങൾ തലഫമ്പിൽ ഏതോ പ്രാവശ്യം പോയിട്ട് ഒരു ഓട്ടോറിക്ഷ കണ്ടെത്തി വിചാരിച്ച് ഈ ഓട്ടോറിക്ഷ ഞങ്ങൾക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു നാട്ടിൽ കിട്ടുമോ, നമ്മൾ ജീവിതത്തിൽ കണ്ടില്ല ഒരു ഓട്ടോറിക്ഷ എന്നെല്ലാം പറഞ്ഞ് അന്ന് പിന്നെ ഒരു വണ്ടിയോ വാഹനങ്ങളോ വേറെ ഒന്നുമില്ല. ഒരു മയത്ത് പോയിട്ട് കുട പിടിച്ചിട്ട് പോകാൻ അതില്ല. പിന്നെ ഒരു കുരമ്പ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇട്ടിട്ട് ഞാൻ പോകും. ഒരു തലക്കോട കാക്കോട തലമറ്റം ഇട്ടിട്ട് നമ്മൾ പോകും അന്നേരം. പിന്നെ അത് പോകേണ്ടിക്ക് ഇവിടെ അന്നേരം തുടങ്ങിയിട്ട് അത്രേ. പിന്നെ ജാഗ്രതാന്ന് ജുമാക്കും കാര്യത്തിലും ജാഗ്രതയ്ക്ക് പോകണം. അന്ന് വണ്ടിയൊന്നുമില്ല. പത്തേക്കുള്ളിലേക്ക് പോയി കാട് വഴിക്കൊക്കെ കൂടെ നടന്നിട്ടാണ് നമ്മൾ പോയിട്ട് പഠിക്കേണ്ടത്. അന്ന് ഭയങ്കര വിഷമം, വളരെ വിഷമം. ഒരു ദിവസം കഞ്ഞി കുടിച്ചെങ്കിൽ പിറ്റേന്ന് കഞ്ഞി ഉണ്ടാവില്ല. അങ്ങനത്തെ ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും. പിന്നത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വളരെ സുഖം, വളരെ എളുപ്പം, വളരെ സുഖം. അങ്ങനെ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ 3 കൊല്ലം പഠിക്കണം, എന്നാലേ 30 വയസ്സായി തീരുള്ളൂ. അന്ന് പഠിക്കുക അത്രയില്ല. അന്ന് ഒറ്റ ക്ലാസ്സാണ്. ഇവിടുന്ന് ചൊല്ലി കൊടുത്താൽ അപ്പുറത്തെ തലക്കേറ്റ് ഒറ്റ ഒത്താണ്. അവിടെ ഗ്ലാസ്സും തിരിക്കലും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് വേറെ രോഗം വന്നാൽ ചികിത്സെടുക്കാൻ വേണ്ടി വണ്ടി വാഹനങ്ങൾ വരെ ഇല്ല ഇവിടെ. അതിന് വെച്ചാൽ വയറുവേദന വന്നാൽ ഇപ്പം കാപ്പിച്ചപ്പ് വെള്ളം വെച്ചിട്ട് കുടിച്ചിട്ട് വയറുവേദന മാറും, അന്നേരം മാറും. വളരെ ഇല്ലി കൊത്തി അതിൻ്റെ ചപ്പ് വെച്ചിട്ട് വെള്ളം കുടിച്ചാൽ അന്നേരം വയറ് ഛർദിയും വയറ്റിനും എല്ലാം പോകും. അപ്പോൾ ആശുപത്രി പോയിട്ടൊക്കെ ഒരു വണ്ടിയില്ല. അപ്പം ജാഗ്രതൊരു പുഴയുണ്ട്. ആ പുഴക്ക് ഒരു തോണി ഇട്ടിട്ട് അതിൽ വേണം അക്കരെ കടന്നിട്ട് വേണം ആ തോണിയിലേക്ക് പോയിട്ട് നമ്മൾ ആലക്കോടേക്കൂടെ പോയിട്ട് അത് തളമ്പലേക്ക് പോയിട്ട് അത് അസീസിൻ്റെ അവിടെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ പോയി നമ്മൾ അവിടത്തേക്ക് പോകണം. പിന്നെ നമ്മളെല്ലാം അറിവില്ല ഉപ്പാവോ എല്ലാം കൂടി ഞങ്ങൾ ചപ്പാറപ്പിലേക്ക് നടന്നിട്ട് പോകും, ഇതിലേക്ക് നടന്നിട്ട് പോകും. എന്തെങ്കിലും സാധനം വാങ്ങണ ചപ്പാറപ്പടി പോകണം വാങ്ങാൻ. അത്രയും വലിയ വിഷമത്തിന് പട്ടിണിയിലും കഴിഞ്ഞാണ്. ഈ നാടിനെക്കുറിച്ച് പറയുമ്പോൾ നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു വിഭാഗമാണ് ഇന്നാട്ടിലെ പ്രവാസികൾ. മണലാരണ്യത്തിൽ ചോര വിയർപ്പാക്കുമ്പോഴും അവരുടെ വരുമാനത്തിൽ ഒരു പങ്ക് നാടിന്റെ പുരോഗതിക്കായി മാറ്റിവെക്കുന്നു. ഇവരിൽ എടുത്തു പറയേണ്ട 2 നാമങ്ങളാണ് KV ഹസൻ കുഞ്ഞിയും എറമു മമ്മുവും. പ്രവാസികൾ അന്ന് ആദ്യത്തെ പ്രവാസി യഥാർത്ഥത്തിൽ KV അബ്ദു ആണ് ഇവിടെ ആദ്യത്തെ ഒരു പ്രവാസിയായിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവിടെ പല പ്രവാസികളും ഇവിടെ ഉടലെടുത്തത്. മൂന്നാകുന്ന മത, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ തൻ്റേതായ ശൈലിയിൽ നമ്മുടെ നാട്ടിലുള്ള പ്രവാസികളുടെ
അകമൊഴിഞ്ഞ സഹായം കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പല വികസനങ്ങളും പള്ളിയുടെയും അതുപോലെ മദ്രസകളുടെയും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രവാസികളുടെ മേൽനോട്ടത്തിൽ നടന്നു പോകുന്നുണ്ട്. പ്രവാസികളായ സുഹൃത്തുക്കൾ ഒരുപാട് ഉള്ള ഒരു പ്രദേശമാണ് മൂന്നാകുന്ന് പ്രദേശം. നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ വിദ്യാഭ്യാസപരമായി പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മതപരമായിട്ടും അതുപോലെ മരണ വീടുകളിലും കല്യാണ വീടുകളിലും അവരുടെ സാന്നിധ്യം എപ്പോഴും ഉറപ്പ് വരുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പരിപാടികളും എല്ലാ റിലീഫ് പ്രവർത്തനങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ ഏത് സമയത്തും എപ്പോഴും നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഉണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ കൂട്ടായ്മയായ ഗാങ് ഓഫ് അറേബ്യ ഏകദേശം 3 വർഷത്തോളമായി അവരുടെ പ്രവർത്തനം സജീവമായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ റിലീഫ് പ്രവർത്തനം എല്ലാ റമദാൻ മാസത്തിലും അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയ റിലീഫ് പ്രവർത്തനം ഏകദേശം എല്ലാ വീടുകളും എത്തിക്കാൻ അവർ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാ നല്ല പ്രവർത്തനങ്ങളുമായി അവർ നമ്മുടെ നാട്ടിൽ കുറെ കാലം സേവനമനുഷ്ഠിച്ച് നമ്മുടെ നാടിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്ന കെ വി ഷർഫുദ്ദീൻ, എം എ അബ്ദുറഹ്മാൻ, കെ വി അബ്ദു തുടങ്ങിയവരെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ കുഞ്ഞബ്ദുള്ള തോട്ടീക്കൽ, കെ വി മമ്മു, അബ്ദുറഹ്മാൻ മുൻഷി, യു വി ഇബ്രാഹിം മുസ്ലിയാർ, കാട്ടാമ്പള്ളി മുഹമ്മദ് മുസ്ലിയാർ, മൗലാർ അലിക്ക തുടങ്ങി പലരും നമ്മുടെ മഹലിനു വേണ്ടി ഒട്ടേറെ ത്യാഗം അനുഷ്ഠിച്ചു. ഇന്നീ കാണുന്ന പള്ളിയും മദ്രസും മറ്റെല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ ഗൾഫിലെ പ്രവാസികളും മറ്റുള്ളവരെല്ലാം സഹകരിച്ചുകൊണ്ടാണ് ഇന്നിത് നമുക്ക് കാണാൻ കഴിയുന്നതും ആഘോഷിക്കാൻ കഴിയുന്നതും. ഇത് കണ്ടും കേട്ടും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിലത് ബാക്കിയാകുന്നുണ്ടോ? പഴയ കാലത്തെക്കുറിച്ച് ഒരു നെടുവീർപ്പ്, അല്ലെങ്കിൽ ഇനിയും നമ്മുടെ നാടിനു വേണ്ടി ഏറെ ചെയ്യാനുണ്ടെന്ന തോന്നൽ, അതുമല്ലെങ്കിൽ ഈ ഗ്രാമത്തെയും അതിന്റെ നന്മകളെയും അതിന്റെ എല്ലാ പരിശുദ്ധിയും നിലനിർത്തി സംരക്ഷിക്കാൻ ഞാൻ മുന്നിലുണ്ടാകുമെന്ന ശപഥം. ഇതിലേതായാലും ഈ എളിയ സംരംഭത്തിന്റെ ഉദ്ദേശം നിറവേറിയിരിക്കുന്നു.